ലത്തിമള്ളിയിലത്തെ ഊട്ടുതിരുന്നാളാണ് മറ്റന്നാൾ. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച മാങ്ങ ഇഞ്ചി ഇഞ്ചിപ്പുളി ഉണ്ടാക്കലും മാങ്ങച്ചാറ് ഉണ്ടാക്കലുമാണ് ഇപ്പോൾ ഇന്നത്തെ പരിപാടി. അപ്പം അതിനുള്ള പണികളാണ് കൂടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, കാണിച്ചു ഇതുണ്ട്, എല്ലാവരും ഇഞ്ചി തൊലി കളയാണ്. ഒരു ഇഞ്ചി തൊലി കളയുന്ന സെക്ഷൻ. ഇവിടെ ഇഞ്ചി അരിയാണ്. ഇവിടെ പിക്കിളിനുള്ള മാങ്ങ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, മാങ്ങ അരിയാണ് കേട്ടോ. അവിടെ സിസ്റ്റേഴ്സും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഊട്ടുസദ്യയുടെ ടീമിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ വോളണ്ടിയർ സെക്ഷൻ ജോയിന്റ് കൺവീനറാണ്. എൻ്റെ പേര് ഷെറിൻ സാജു. ഇത് ഹൃദയ തിരുനാളും അന്തോണിസ് പുണ്യാളൻ്റെ ഊട്ട് തിരുനാളുമാണ് നമ്മൾ ചൊവ്വാഴ്ച ആഘോഷിക്കുന്നത്. 100,000 ജനങ്ങൾക്കധികമാണ് ഇവിടെ ഊട്ട് നടത്തുന്നത്. ഇത് ചെയർമാൻ, ഊട്ടുസദ്യയുടെ ചെയർമാനാണ് ജോസ് തുണ്ടത്തിൽ. ഇവിടെ നമ്മൾ 30,000 പേർക്ക് നമ്മൾ പായസം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആവശ്യക്കാർക്ക് കൊടുക്കാം. ഊട്ടുസദ്യ നമ്മൾ 2,00,000 പേരെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സദ്യക്ക് വേണ്ടി. അപ്പോൾ കാലാവസ്ഥയ്ക്ക് അനുകൂലമാണെങ്കിൽ നമുക്ക് എല്ലാ ഭക്ത ജനങ്ങൾക്കും എത്തിച്ചേരാൻ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. പള്ളിയിലത്തെ കൈക്കാരനാണ് പറയുന്നത്. വിശുദ്ധാം ടൂറിസ്റ്റിൻ്റെ നാള് 11-ാം തീയതി വളരെ ആഘോഷപൂർവ്വമായി നടക്കുകയാണ്. ജനങ്ങളായ വിശ്വാസികൾ ലക്ഷങ്ങൾ ഇവിടെ വന്നു ചേർന്ന് അന്നദാനം കഴിച്ച് പോകുന്നതാണ് നേർത്തുകൊണ്ട് വിളിച്ചാൽ വിളിയേക്കുന്ന ആളുടെ അടുത്തേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൈകാരൻ നിലയിലും ഈ പള്ളിയുടെ പേരിലും എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുന്നു. കൺവീനറാണ് ഞാൻ. തിരുനാളിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. പള്ളിയിലെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും, ലിറ്റർജിപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് നോക്കുന്നത്. കാറ്റഗിസ് HM ആണ് ഞാൻ. പേര് ഷാലി ജോസഫ്. ഞാൻ തിരുനാൾ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ഈ വർഷം നമ്മൾ കൂടുതൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 2,00,000 മേലെ ആൾക്കാർ നമ്മൾ വോട്ടിന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സൗകര്യവും ഭക്തജനങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 70,000 സ്ക്വയർ ഫീറ്റ് വരുന്ന പന്തലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുമായി വിശാലമായ കാർ പാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പിതാക്കന്മാരുടെ സാന്നിധ്യം നമ്മുടെ ഒരു ബെന്നി ചക്കാലക്കൽ. വിശുദ്ധ അന്തോണീസിനോട് യാചിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് സാധിപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പല ആൾക്കാരും ബാധ്യസ്ഥ അപേക്ഷിച്ച് എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ച് എല്ലാവർക്കും സാധ്യത വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ വെള്ളം. ഇത് പേര് എൽസി പള്ളിയിൽ വന്നിട്ട് ഇത് 25ാമത്തെ പെരുന്നാൾ. 24 കൊല്ലത്തല്ലേ പ്രേക്ഷിതമായിട്ട് സാധിക്കാവുന്ന എല്ലാ ചൊവ്വാഴ്ചകളിലും വന്ന് 3 കുർബാനയും 3 നോവേനയും ആരാധനയും പങ്കെടുത്ത് ഞങ്ങൾക്ക് അത്യാവശ്യം എല്ലാ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് വിരുന്നിന് കൊടുക്കും. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് 8 പേരുണ്ട്. ഒരു ബാച്ച് കാലത്ത് വന്ന് 4 മണിയുടെ കുർബാന കഴിഞ്ഞപ്പോൾ ഒരു ബാച്ച് 10:30 കുർബാനയ്ക്ക് വന്ന് 6 മണിയുടെ കുർബാന. ഈ അരി പാക്ക് ചെയ്യുന്നത് എന്തിനാ? ഇത് നേർച്ചേരിയാണോ? ഇത് വരുന്ന എല്ലാവർക്കും നേർച്ചേരി കൊടുക്കുന്നുണ്ടോ? കൂപ്പൺ വെച്ചിട്ട് പായസം, പിന്നെ ഭക്ഷണം, നേർച്ചേരി. അപ്പൊ നമ്മളിത് വാങ്ങിക്കൊണ്ടുപോയി നമ്മുടെ വീട്ടിലുള്ള
അരി കൂടി ഇട്ട് വെക്കുക. നമ്മുടെ അരി കൂടെ ഇട്ടാൽ മതി. പുണ്യാളുടെ ഒരു അതെ അരിയാണ്. അതെ 10 രൂപ ഒരു പാക്കറ്റിന് 10 രൂപ. ഇവരൊക്കെയാണ് നിങ്ങളുടെ ടീം അല്ലേ? ബേബിയുടെ വർക്ക് എന്താണ്? കഞ്ഞീര് സെക്ഷനാണ് അല്ലേ? പിന്നെ കുട്ടികൾക്ക് ചോറൂണ് 6 മാസമായ കുട്ടികൾക്ക് ചോറ് കൊടുക്കും. അതിന്റെ എല്ലാ സെറ്റപ്പ് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാല് കഞ്ഞി സെക്ഷനാണ്. കഞ്ഞി നേർച്ച കഞ്ഞി തേങ്ങയിട്ട കഞ്ഞിയാണ്. കുറെ കൊല്ലങ്ങളായി 24 കൊല്ലങ്ങളായി ഇത് കൊടുത്തോണ്ടിരിക്കുക. നമ്മള് കുർബാനയ്ക്ക് വരുന്ന എല്ലാവർക്കും കഞ്ഞി കൊടുക്കുന്നുണ്ട് അല്ലേ? 12 മണിയാകുമ്പോ അച്ഛൻ വന്ന് വെഞ്ചിരിക്കും. വെഞ്ചിരിച്ച ശേഷം കഞ്ഞി കൊടുത്തു തുടങ്ങും. ഇപ്പൊ എല്ലാ ചൊവ്വാഴ്ചയും കഞ്ഞി കൊടുക്കുന്നുണ്ട്. ചോറ് 6 മാസം അല്ലെങ്കിൽ കൂടി ചെറിയ കുട്ടികൾ അങ്ങനെ നമ്മൾ നേരും. 10 കൊല്ലമായിട്ട് കുട്ടികളില്ലാണ്ട് ഇരിക്കണ, പിന്നെ 2-3 മാസമായി കുട്ടികൾ അപോഷണൊക്കെ ആയിട്ട് നടയിൽ കിടത്താൻ നേരും. അത് കഴിഞ്ഞ് ചോറ് പപ്പടം ചോറും വെളിച്ചെണ്ണ ഒഴിച്ച് അച്ഛനാണ് അത് കൊടുക്കുക. ചോറൊക്കെ റെഡിയാക്കി കൊടുക്കും. അച്ഛനത് കുട്ടികൾക്ക് പേര് പറഞ്ഞിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കും. ഷെറീനെ കണ്ടോ? ഈ പള്ളിയിൽ കാണുന്ന എല്ലാ സെക്ഷനും ഷെറിന്റെ തലയിലാണ് അല്ലേ? അല്ലേ? അപ്പൊ എല്ലാം ഷെറീനാണ് ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത്. നല്ല മിടുക്കത്തിയാണ്, നല്ല ബ്രില്യൻ ഗേളാണ്, നല്ല ആക്റ്റീവാണ് ഷെറിൻ. അത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഷെറിനെ ഉള്ള കാര്യം പറയണ്ടേ, നമുക്ക് ഉള്ള കാര്യം പറയണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഷെരീൻ, കൺഗ്രാജുലേഷൻ. എല്ലാത്തിനും എല്ലാ കാര്യങ്ങളും വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ് ഷെരീൻ. ഓക്കെ, ശരി. 12 വർഷക്കാലമായിട്ട് ഞാൻ ഇവിടുത്തെ മെയിനായിട്ടുള്ള നേതൃത്വം വഹിക്കുന്നതിൻ്റെ ഒരു പങ്ക് വഹിക്കുന്ന ഒരാളാണ്. നമ്മളിവിടെ ഒരു 2 ലക്ഷത്തിൻ്റെ ആൾക്കാരുടെ സദ്യയാണ് നമ്മുടെ ഈ പ്രാവശ്യം ഒരുക്കുന്നത്. അപ്പോൾ അതിനുള്ള വിഭവങ്ങളും കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ നല്ല കാലാവസ്ഥ എപ്പോഴത്തേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. പേരെന്താ? ഞാൻ വോളണ്ടിയർ ചെയർമാനാണ്. സ്മിതിക്ക് വേണ്ടി ടിങ്കോ. ഈ പള്ളിയിൽ, നമ്മുടെ ലത്തീം പള്ളിയിലത്തെ ഇടവകയിലുള്ളത് തന്നെയാണ്.
പായസം സപ്ലൈ തുടങ്ങിയില്ലേ? അപ്പോൾ പായസം എന്നാ ഉണ്ടാക്കിയത്? പായസം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി. കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി അല്ലേ? മിനിഞ്ഞാന്ന് പാക്ക് ചെയ്തു. എത്ര ബോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇപ്പം 30,000 പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ബോട്ടിലിന് എത്രയാ? 50 രൂപ ചാർജ് കൊടുത്തിട്ടുണ്ട്. ഷാലി ജോസഫ് ആൻസി ടീച്ചറാണ് ചെയ്യുന്നത്. ഈ സെക്ഷൻ അല്ലേ? എല്ലാത്തിലും ഉണ്ടല്ലേ? കമ്മിറ്റി. അതെ, മാഡത്തിൻ്റെ പേര്? ഇത് കൺവീനർ. ഓ, നേരത്തെ കണ്ടു. ഇവിടെ എന്താണ് മെയിൻ ആയിട്ടുള്ളത്? പൂമാല അമ്പെടുത്ത് വെക്കാനൊക്കെ ഉള്ളത് അല്ലേ? ആ, ശരി, ഓക്കെ. ഇഞ്ചിക്കറി ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിന് കടുക് താളിക്കണം. കടുക്, ഉണക്കമുളക്, വേപ്പില, ഇഞ്ചി ചെറുതാക്കിയിട്ട് അരിഞ്ഞത്, മുളക് ചെറുതാക്കിയിട്ട് അരിഞ്ഞത്. അപ്പോൾ 1 കിലോ പുളിക്ക് ഒരു 100 ഇഞ്ചിയാണ് നമ്മൾ എടുക്കുക. പിന്നെ അതിനൊരു 25 ഗ്രാം മുളക് മതി. അത് കാരണം മൂത്ത് വരുമ്പോൾ നമ്മൾ പുളി, പിഴിഞ്ഞ പുളി അതിലേക്ക് ഒഴിക്കണം. ഒഴിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ ശർക്കര ചേർക്കണം. 1 കിലോ പുളിക്ക് 1 കിലോ ശർക്കരയാണ്. പിന്നെ പുളിയുടെ കാഠിന്യമനുസരിച്ച് നമ്മൾ ഏറ്റക്കുറവ് വരും. എല്ലാം അതിലേക്ക് ശകലം ഉലുവപ്പൊടി ഇടും മുകളിൽ. അങ്ങനെ ഉള്ളത്. പിന്നെ എള്ള് എന്തിനാ? എല്ലാം അതിന് മുകളിൽ പൊടിച്ചിട്ടുണ്ട്. എല്ലാവരും ചേർക്കില്ല. അത് വേറൊരു റെസിപ്പിയാണ്. ഇവിടുത്തെ ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ എള്ള് ചേർക്കേണ്ടത് മാത്രമല്ല. എള്ളായാലും മുളകാ പച്ചടിയിൽ ചേർക്കണതാണ് എള്ള് ശരി. ഞങ്ങൾ പുളിഞ്ചിയിൽ ചേർക്കണമെന്ന് മാത്രമേ നമ്മളങ്ങനെ ഔദ്യോഗികമായിട്ട് പറയാൻ പാടില്ല. കായൊക്കെ സാമ്പാറിലേക്കുള്ള ഇഞ്ചി എന്തോരം വേണ്ടി വരും? ഇഞ്ചി ഇപ്പോൾ 1 കിലോ പുളിക്ക് ഒരു 100 ഗ്രാം ഇഞ്ചി. അത്രയും മതിയോ? അതെയോ? ആ, ശരി. പിന്നെ ഇപ്പൊ ഞങ്ങൾ അത്ര ചേർക്കണല്ലോ. ഇഞ്ചി മറ്റേ വേറെ ടൈപ്പ് ഉണ്ട്. അതിൽ ഇഞ്ചി പ്രൊജക്റ്റ് നിൽക്കും. അപ്പൊ അതിന് ഒരു 1/4 കിലോ ഇഞ്ചി വേണ്ടി. പ്രൊജക്ട് ഇതിൽ ഇഞ്ചി പ്രൊജക്ട് ചെയ്യില്ല. പിന്നെ ശർക്കരയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യും. പുളിക്കനുസരിച്ച് ശർക്കര ചേരുക. പുളിക്ക് കാടിന് ഇപ്പൊ അതൊരു പുളിയാണ്, കറുപ്പ് പുളിയാ. അതിലേക്ക് കൂടുതൽ ശർക്കര വേണം. അത് പുളിയുടെ കാടിനനുസരിച്ചാണ് ശർക്കര ചേർക്കാൻ. അല്ലാണ്ട് വേറെ അതിന് അളവൊന്നുമില്ല. എല്ലാ വർഷവും ചേട്ടൻ തന്നെയാണോ? അവിടെ ഒരു 13ാമത്തെ വർഷം. പേരെന്താ? വിജയൻ പാവർട്ടി. പാവർട്ടി. ഇഞ്ചിപ്പുളി നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുത്തെ. ശരി കേട്ടോ, താങ്ക് യു. ഇതെന്താ സാധനം? പുളി. ഓ, ഇതിപ്പോ പുളി മാത്രമാണ് അല്ലേ? മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി തിളയ്ക്കുമ്പോ അതിലേക്ക് ശർക്കര. അത് ആ തിളയ്ക്കണ്ട എന്താ? അത് പുളിഞ്ചി. ഓക്കെ. 5 ചരക്ക് പുളി ഉണ്ടാക്കി. മനസ്സിലായി. ഇത് എത്ര നാളിരിക്കും? ഇത് 1 മാസം. 1 മാസം പുറത്ത് വെച്ചാൽ മതി അല്ലേ? പുറത്ത് വെച്ചാൽ മതി അല്ലേ?